ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളേറെ ചിന്തിക്കുകയും ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നതുമായ ഒരു വിഷയം തന്നെയാണ് പ്രേതബാധയുടെ മനഃശാസ്ത്രം, സൈക്കോളജി ഓഫ് ഗോസ്റ്റ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. ഡോക്ടർ, സ്വാഗതം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈവ് പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ടാണ് ഡോക്ടർ നമ്മോടൊപ്പം ഉള്ളത്. അതിനാൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, ഗോസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് എ ഗോസ്റ്റ്, അല്ലെങ്കിൽ ആരാണ് ഒരു ഗോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഗോസ്റ്റ്, എന്താണ് പ്രേതം, എന്താണ് പ്രേതം? ഈ പ്രേതത്തെ കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. എക്സാമ്പിൾ, ആദ്യകാലങ്ങൾക്ക് തന്നെ മുൻപ് ആദ്യകാലത്തിലെ മനുഷ്യൻ ഒരു അജ്ഞതയിൽ നിന്നും അറിവിലേക്കുള്ള ആ ഒരു ഓട്ടത്തിനുള്ളിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഈ പ്രേതം അല്ലെങ്കിൽ അതീന്ദ്രിയമായ ഒരു ശക്തി എന്ന് ചിന്തിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അജ്ഞത. പ്രകൃതിയിൽ ഒരുപാട് അജ്ഞാതമായിട്ടുള്ള അത്ഭുതങ്ങൾ എന്ന് അവൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നു. പ്രകൃതിയുടെ പല ലൈക്ക് ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അജ്ഞത എന്ന് പറയാൻ കാരണം ഇത് എന്തുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ അന്ന് അവൻ്റെ അറിവിലില്ല. മറ്റൊന്ന് ഭയം, ഫിയർ. അപ്പോൾ ഈ പ്രേതം എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനഃശാസ്ത്ര സമീപനത്തിൽ എന്നെ പരിശോധിക്കുമ്പോൾ, ചരിത്രപരമായി പരിശോധിക്കുന്ന അവസരത്തിൽ അജ്ഞതയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉദയം കൊള്ളുന്ന, ജീവൻ കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് പ്രേതം. ഒരർത്ഥം ഈ പ്രേതത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ പഠിക്കുന്ന രണ്ട് പരസ്പരം ഒരർത്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അതേസമയം വ്യത്യസ്തമായി ചിന്തിക്കുന്ന രണ്ട് ശാഖകളാണ് മനഃശാസ്ത്രത്തിൽ. ഒന്ന് പാരാസൈക്കോളജി, മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജി. ഈ രണ്ട് ബ്രാഞ്ചുകളും പ്രേതമെന്ന കൺസെപ്റ്റിനെ വിലയിരുത്തുന്നതും കാണുന്നതും ഒക്കെ തന്നെ വ്യത്യസ്തമായ രണ്ട് നിലയ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, പാരാസൈക്കോളജിയിൽ പ്രധാനമായിട്ടും പാരാസൈക്കോളജി ഡീൽസ് വിത്ത് പാരാനോർമൽ ഫിനോമിന, അതീന്ദ്രിയമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചാണ് പാരാസൈക്കോളജി ഡീൽ ചെയ്യുന്നത്. നമ്മളത് മനുഷ്യൻ്റെ സൈ കപ്പാസിറ്റി എന്ന് പറയും. സൈ മീൻസ് ദ അഗ്രിഗേറ്റ് ഓർ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് എ മാൻ ടു ഹാവ് പാരാനോർമൽ ഫിനോമിന. അതീന്ദ്രിയമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും സെൻസ് ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള മനുഷ്യ മനസ്സിൻ്റെ കഴിവുകളെയാണ് നമ്മൾ സൈ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, അതീന്ദ്രിയമായിട്ടുള്ള അറിവുകൾ, പ്രീകോഗ്നിഷൻ, ഒരു കാര്യം നേരത്തെ ഇന്നത് സംഭവിക്കാമെന്ന് പറയാൻ പറ്റുക, ടെലിപ്പതി, ഇപ്പം ലിസ് ചിന്തിക്കുന്നതെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത് സാധാരണ രണ്ടർത്ഥത്തിൽ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇൻഡ്യൂഷൻ ഒരു പക്ഷേ കുറേ കാലത്തെ അനുഭവം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിക്സ്ത് സെൻസ് എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല. സാധാരണഗതിയിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളുടെ സഹായത്തിലല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാലത്തിനും സ്പേസിനും അപ്പുറമുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവെന്നർത്ഥം. പിന്നെ റീഇൻകാർണേഷൻ, ഇപ്പോൾ പുനർജന്മം, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സൈക്കോ കൈനസിസ്, മനഃശക്തി കൊണ്ട് ഭൗതികമായ സാധനങ്ങളെ ചലിപ്പിക്കുവാനോ അല്ലെങ്കിൽ വളയ്ക്കുവാനോ ഒക്കെ ഉപയോഗിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഡീൽ ചെയ്യുന്ന ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് പാരാസൈക്കോളജി. അതേസമയം പാരാനോർമൽ ഫിനോമിനൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രേതബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ, മറ്റൊരർത്ഥത്തിൽ പഠിക്കുന്ന ഒരു ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ചാണ് ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ ഈ രണ്ട് ശാസ്ത്രശാഖകളും ഈ പറയപ്പെടുന്ന ലിസ്റ്റ് ചോദിച്ച പ്രേതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. അപ്പോൾ ഡോക്ടർ, ഈ ആക്ച്വലി പ്രേതം അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണോ, അതോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത മാത്രമാണോ? ഒരർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണ്. ഇപ്പോൾ ലിസ് എൻ്റെ മനസ്സിലാണ് നിലകൊള്ളുന്നത്. നമ്മളെല്ലാം മനസ്സിലാണ് നിലകൊള്ളുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ മുറിയിൽ തന്നെ ഞാൻ വരുന്ന അവസരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ മുറി എന്താണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നത്, ലിസ് ഉൾക്കൊള്ളുന്നതും മുമ്പ് ന്യൂസ് വായിച്ചിട്ട് പോയ വ്യക്തി ഉൾക്കൊള്ളുന്നതൊക്കെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. ഒരു പൂവിനെ കാണുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ ആ പൂ ഉണ്ടാക്കുന്ന ഒരു ബിംബവും ലിസിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ബിംബവും രണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യക്തിനിഷ്ഠമായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ പ്രേതബാധയുടെ കാര്യത്തിലും ഈ അർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിലാണ് പ്രേതം ജനിക്കുന്നതും പ്രേതം നിലകൊള്ളുന്നതും. ഭൗതികമായ അടിസ്ഥാനത്തിൽ ആത്യന്തികമായി ശാസ്ത്രീയമായി വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ഒരു പ്രേതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രേതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒരുപാട് നടക്കുന്നു.
നടന്നിട്ടുള്ള സർവേകളിൽ, ഈവൻ അമേരിക്കയിൽ നടന്ന പഠനത്തിൽ തന്നെ 5 വ്യക്തികളെ പഠിക്കുന്നതിൽ 4 പേരും ഒരു തേർഡ് പേഴ്സൺ, ഒരു തേർഡ് മാൻ, മൂന്നാമൊരു വ്യക്തി എന്ന് വിളിക്കുന്ന ഒരു പ്രസൻസ് ഉണ്ടെന്ന് ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള ശാസ്ത്രീയ അടിത്തറ ഇല്ല. മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒരു കൺസെപ്റ്റാണ് ഈ പ്രേതം എന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാൻ പറ്റും, ഈ ഒരു മലയാള ചലച്ചിത്രത്തിൻ്റെ ഉദയത്തോടു കൂടി പ്രേതത്തെക്കുറിച്ചും, അതെ പ്രേതത്തെക്കുറിച്ചും മെന്റലിസത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നമ്മളെ കേരള സമൂഹത്തിൽ വളരെ കൂടുന്നു. അതിൻ്റെ ഫലമായി തന്നെ പ്രേതത്തെക്കുറിച്ചുള്ള ഭയവും മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പ്രേതത്തിലും വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു ചൊല്ലി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനോട് ഡോക്ടർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, പൊതുവെ ദൈവം എന്ന് എപ്പോഴും മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആയിട്ടാണ്, ഒരു പോസിറ്റീവായിട്ട് സമ്മൺ വിച്ച് ഈസ് ഹെൽപ്പിങ് യു. ഇപ്പോൾ എനിക്കൊരു നിസ്സഹായത ഉണ്ടാകുന്നത് എന്നെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെയും സന്നദ്ധത കാണിക്കുന്ന അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപഞ്ചികമായ അതിനപ്പുറം ശക്തികളുള്ള മനുഷ്യാതീതമായിട്ടുള്ള ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. സങ്കല്പത്തെ എന്ന് വിളിക്കാൻ കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ ഏതൊരു തെളിവ് നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുവാനും ശാസ്ത്രീയമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. യു കനോട്ട്. പക്ഷെ അതേസമയം ഈ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യ മനസ്സിൽ ചിന്തിക്കുന്നത് നെഗറ്റീവ് സെൻസിലാണ്, സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ട്രബിൾ യു എന്നർത്ഥത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇപ്പം എല്ലാവരും ചെകുത്താനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന പലരും ചെകുത്താനിൽ അല്ലെങ്കിൽ പ്രേതത്തിൽ വിശ്വസിക്കുന്നില്ല. പ്രേതത്തിൽ വിശ്വസിക്കുന്ന പലരും ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നവരുമുണ്ട്. പ്രേതത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കാളും വളരെ വലുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതില് ചിലർ പറയുന്നുണ്ട് അവളുടെ ദേഹത്ത് പ്രേതം കയറുന്നു അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഗുഡ് സ്പിരിറ്റ് ബാഡ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഓജോ ബോർഡിലെ അതെങ്ങനെയാണ്? ഈ ഓജോ ബോർഡിനെ കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്ന പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞൊരു ആട്ടോ സജഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ അന്തരീക്ഷത്തിൽ ചെറിയ ഇരുണ്ട വെളിച്ചം നമ്മളൊരു ആട്ടോ സജഷൻ നമ്മളോട് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്നു, ഞാൻ വിളിക്കുന്ന പേര് വരുന്നു എന്ന് പറയുന്ന അവസരത്തിൽ അതനുസരിച്ച് എൻ്റെ കൈ മൂവ് ചെയ്യുന്നു, അതനുസരിച്ച് ലെറ്റേഴ്സ് വരുന്നു, ആ ലെറ്ററിൻ്റെ പേര് വരുന്നു, അതിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഓജോ ബോർഡിലുണ്ടെന്ന്. ഇപ്പോൾ ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന സജഷൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്നൊരു പ്രകടനമാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ അതിനുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സെൻസ്ഡ് പ്രസൻസ് എന്ന് പറയും. സെൻസ്ഡ് പ്രസൻസ് എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് ഒരുപാട് പഠനം നടന്നിട്ടുണ്ട്. സെൻസ്ഡ് പ്രസൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ ലിസോ ഞാനോ ചില പ്രത്യേക അവസരങ്ങളിൽ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരാളുടെ സാന്നിധ്യം, അത് പ്രേതമാവാം, സ്പിരിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അദൃശ്യമായ ശക്തിയാവാം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന പോലെ സംബഡി ഈസ് വിത്ത് മീ. ചില ആൾക്കാർ മുറിയിൽ പെട്ടുപോകുന്ന അവസരത്തിൽ എൻ്റെ മുറിയിൽ എന്തോ ഒരു സാധനമുണ്ട്, പ്രേതമുണ്ട്. പലരും അങ്ങനെ മുറിയിൽ ഒറ്റ കിടക്കാൻ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്, മുതിർന്ന ആൾക്കാർ പോലെ. അങ്ങനെയുള്ള ആൾക്കാർ കൺസൾട്ടേഷൻ വന്നിട്ടുള്ള ആൾക്കാർ എനിക്കുണ്ട്. അപ്പോൾ ഇതൊരു സംഭവമായിട്ടുണ്ട്, സെൻസ്ഡ് പ്രസൻസ്. പക്ഷേ സെൻസ്ഡ് പ്രസൻസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സെൻസ്ഡ് പ്രസൻസ് പലപ്പോഴും ഉണ്ടാകുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക സ്ഥിതി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യത്തിലുണ്ടാകുന്ന ചില സ്ഥിതി വിശേഷങ്ങൾ. ഞാൻ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ഥിതി വിശേഷം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന്, ഞാൻ വളരെ ടയർഡാന്ന് കരുതിക്കോളൂ, എനിക്ക് ചാൻസസ് ദാറ്റ് ഐ ക്യാൻ ഹാവ് സെൻസ്ഡ് പ്രസൻസ് ഈസ് വെരി ഹൈ. അല്ലെങ്കിൽ എനിക്ക് സ്ലീപ്പ് ഡിപ്രിവേഷൻ ഉണ്ടായി, ഉറക്കം കിട്ടിയില്ല നേരെ, അങ്ങനെയാണെങ്കിലും സെൻസ്ഡ് പ്രസൻസ് ഉണ്ടാവേണ്ട സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് ഓക്സിജൻ സപ്ലൈ എൻ്റെ ബ്രെയിനിന് വേണ്ടത്ര കിട്ടുന്നില്ല, എനിക്ക് സെൻസ്ഡ് പ്രസൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ എനിക്ക് സെൻസ്ഡ് പ്രസൻസ് കൂടുതലുണ്ടാക്കാം. മറ്റൊരു കാര്യം കാണുന്നു പറഞ്ഞാൽ ഭൗതികമായ സാഹചര്യങ്ങൾ, ഞാൻ ഒറ്റപ്പെടലിന് വിധേയമാവുന്നു, ലൈക്ക് ഐ എം ലെഫ്റ്റ് അലോൺ, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു, എങ്കിലും എനിക്ക് സെൻസ്ഡ് പ്രസൻസ് ഉണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഏകാന്ത മരുഭൂമിയിലൂടെ മറ്റോ ഒരുപാട് നീണ്ട യാത്രയ്ക്ക് തനിയെ പോവുകയാണ്, അവിടെ സെൻസ്ഡ് പ്രസൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഏറ്റവും രസമുള്ളൊരു പഠനം എന്ന് പറയുന്നത്, വീണ്ടും കോട്ടിങ് ഒരു അമേരിക്കൻ പഠനം വ്യക്തമാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിധവ ആയിട്ടുണ്ടായിട്ടുള്ള വ്യക്തികൾ നടത്തിയിട്ട് പഠനത്തിൽ ഒരു 50% വിഡോവേഴ്സിനും
ഈ തൻ്റെ സ്പൗസിനെ, തൻ്റെ പങ്കാളിയുമായി സംസാരിക്കുവാനും അല്ലെങ്കിൽ അടുത്ത് ബന്ധപ്പെടുവാനും സാധിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. അപ്പം ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന അവസരത്തിൽ ഇവർക്കുണ്ടാകുന്ന സെൻസിറ്റീവ് പ്രസൻസ് നമുക്ക് ഹലൂസിനേഷൻ എന്ന് വിളിക്കാം. ഈ പർട്ടിക്കുലർ ഹലൂസിനേഷൻ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു മെൻ്റൽ മെക്കാനിസമാണ്. കാരണം ഒറ്റപ്പെടലുണ്ടാകും. തൻ്റെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്ന സ്ത്രീയോ പുരുഷനോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിയുന്ന അവസരത്തിൽ ആ പേഴ്സണെ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു സപ്പോർട്ട് മെക്കാനിസമാണ് സത്യം പറഞ്ഞാൽ ഈ ഉണ്ടാകുന്ന അനുഭവം. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സെൻസ്ഡ് പ്രസൻസ്. സെൻസ്ഡ് പ്രസൻസ് കാരണം പലപ്പോഴും പ്രേതം അടുത്തുള്ള പോലത്തെ ഒരു അനുഭവം നമുക്ക് സംഭവിക്കുന്നു. ഡോക്ടർ, അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രേതബാധ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ് ഡോക്ടർ? റൈറ്റ്, അതൊരു വളരെ പ്രായോഗികമായ ചോദ്യമാണ് ഡിസ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ ശേഷം പ്രേതബാധയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, സമയം അനുവദിക്കുമെങ്കിൽ. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഞാൻ ഒന്ന് പറഞ്ഞു. സെൻസിറ്റീവ് പ്രസൻസിൻ്റെ കാരണം ഒന്ന് ശാരീരികവും ആയിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ, മറ്റൊന്ന് സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളോ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളോ ഒക്കെ ആവാമെന്ന് പറഞ്ഞു. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൗതിക സാഹചര്യങ്ങളിൽ ഒരു ബ്രേക്കിന് സമയമായിരിക്കും. പ്ലീസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സെൻസ് പ്രസൻസിന്റെ കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. ഒന്ന്, ഈ പ്രേതബാധയുടെ അല്ലെങ്കിൽ പ്രേതം നമുക്ക് സെൻസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഫ്റ്റ് മസ്തിഷ്കത്തിൻ്റെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലെ ടെമ്പറൽ ലോബാണിനെ ആണ് നമ്മളൊരു സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ നമ്മുടെ കഥകൾ പറഞ്ഞു തരുന്ന, അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കഥാകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ലോബിൻ്റെ ടെമ്പറൽ ലോബാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ലോബിൻ്റെ ടെമ്പറൽ ലോബാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ബോഡി സ്കീമ, അതിനെക്കുറിച്ചുള്ളൊരു സാധ്യതയും എനിക്ക് നൽകുന്നത്. അപ്പം അതിൽ എൻ്റെ ലെഫ്റ്റ് ടെമ്പറൽ ലോബിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഓക്സിജൻ സപ്ലൈ എന്നിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളിൽ ഈ സെൻസിറ്റീവ് പ്രസൻസ് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇത് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ബാഹ്യ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രേതത്തിന് സാന്നിധ്യം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്രകാശമുള്ള സിറ്റുവേഷൻ, വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ വിവിഡ് നേച്ചറുള്ള ഒരു സ്ഥലങ്ങളിലും പ്രേതം വരാറില്ല. പ്രേതം വരുന്ന എപ്പോഴും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ദർ ഈസ് ആംബിഗ്വിറ്റി. Ambiguity means a situation where it is difficult to make out what exactly is happening. എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭൗതിക സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലിസ് പറയാൻ തുടങ്ങിയ പോലെ ഇരുട്ട്, വെളിച്ചമില്ല, അല്ലെങ്കിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ കാറ്റിൻ്റെ ശബ്ദം, ചില്ലകൾ ഓടിക്കുന്ന ശബ്ദം, ബട്ട് വി കനോട്ട് മേക്ക് ഔട്ട് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നിർവചിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം നമുക്ക് ആംബിഗ്വസ് സിറ്റുവേഷനെ ആംബിഗ്വിറ്റി എന്ന് വിളിക്കുക. ഒന്നുകിൽ ഭൗതികമായ ആംബിഗ്വിറ്റി, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടെമ്പറൽ ലോബിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലർ ഓഫ് ദ ബ്രെയിനിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ഇതാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും പ്രേതത്തിനെ നമ്മൾ ഉൾക്കൊള്ളുന്നതിൻ്റെ, പ്രേതം നമ്മൾക്ക് അനുഭവം ഉണ്ടാക്കി മാറ്റുന്നതിൻ്റെ പ്രധാനമായ കാരണങ്ങളെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പ്രേതബാധ വളരെ പ്രായോഗികമായ ഒരു വിഷയമാണ്. അത് വളരെ പ്രായോഗികത ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ പ്രേതബാധ നമ്മുടെ ഇടയിൽ ഒരുപാട് കാണാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ മാനസിക പ്രശ്നവുമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ സേവനം തേടാൻ വരുന്ന വ്യക്തികളെ പരിശോധിക്കാമെങ്കിൽ പ്രേതം കൂടിയിരിക്കുന്ന ഒരുപാടുണ്ട്. അത് പല നിലയ്ക്കുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കോമൺ ആയിട്ട് പ്രേതം കാണുന്ന ഒരു കണ്ടീഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് വിളിക്കും. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പണ്ട് ആദ്യ കാര്യങ്ങളിൽ നമ്മൾ ഹിസ്റ്റീരിയ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ചില കണ്ടീഷനിൽ ഒരു വ്യക്തി അവനിലുണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം, അത് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന, മനസ്സിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്നേക്കാൾ കൂടുതലായി കഴിയുന്ന അവസരത്തിൽ അവൻ്റെ വ്യക്തിത്വം മാറി ഭിന്ന വ്യക്തിത്വമായി മറ്റൊരു വ്യക്തിത്വമായിട്ട് തീരും. ഈ ഭിന്ന വ്യക്തിത്വമായി തീരുമ്പോൾ അതൊരു പക്ഷേ അവന് സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ പണ്ട് അവൻ്റെ മനസ്സിലോ അവളുടെ മനസ്സിലോ ഒരു കഥയിലൂടെ കേട്ടൊരു വ്യക്തിയാവാം. ഉദാഹരണത്തിൽ, അടുത്ത വീട്ടിലൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചു, 18 വയസ്സായ ഒരു കന്യക തൂങ്ങി മരിച്ചു. അപ്പം 18 വയസ്സായ കന്യക തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ
ആ കന്യകയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നും ജീവിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ആ പ്രായത്തിലോ മുതിർന്ന പ്രായമുള്ള മറ്റു വ്യക്തികളിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ തന്നെയുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രേതങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഇപ്പം ചില വ്യക്തികൾക്ക് ഒറ്റ പ്രേതം കൂടാം, ചില വ്യക്തികൾക്ക് ഒന്നിലധികം പ്രേതങ്ങൾ കൂടാം, പല സമയങ്ങളിൽ ഒരുപാട് മൾട്ടിപ്പിൾ സ്പിരിറ്റ്സ് വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന അവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്നവയാണ്. അതൊരു ലഘുവായിട്ടുള്ള ഒരു മാനസിക രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ പ്രശ്നാവസ്ഥയാണ്. അതിനെ പലപ്പോഴും ഹിപ്നോസിസ് ഉൾപ്പെടെയുള്ള മനഃശാസ്ത്ര ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായി മാറ്റുവാൻ പറ്റുന്നതാണ്. വളരെ ഭീകരം തോന്നുന്ന ഈ അവസ്ഥയിൽ തന്നെ വളരെ കാര്യമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രശ്നങ്ങൾ, ഡിസോസിയേറ്റീവ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ പലപ്പോഴും പ്രേതബാധയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പ്രേതം ബാധിച്ചിരിക്കുന്നു, പ്രേതബാധയാണ് എന്ന് ധരിച്ചു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ പിന്നെ ഈ മേഖലയിലുണ്ട്. മറ്റൊരു പ്രശ്നം നമ്മളെ വിളിക്കുന്ന മറ്റൊരു മാനസിക പ്രശ്നമുണ്ട്, ഉന്മാദം അല്ലെങ്കിൽ മാനിയ എന്ന് വിളിക്കുന്നത്. ഈ മാനിയ വരുന്ന അവസരത്തിൽ ചില വ്യക്തികൾക്ക് മാനിയ വരുന്നവർക്ക് ഗോ ഇൻ ടു ഹൈ സ്പിരിറ്റ്, ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ സാധാരണ വ്യക്തിയല്ല, എനിക്ക് അസാധാരണമായ കഴിവുണ്ട്, ഞാൻ ദേവിയാകുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രൈസ്റ്റിൻ്റെ ഒരു ജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം പലപ്പോഴും ഇങ്ങനെ അത് സത്യം പറഞ്ഞാൽ ഒരു ഗ്രാൻഡിയസ് ഡെലൂഷൻ എന്ന് വിളിക്കും. ഗ്രാൻഡിയസ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ തനിക്ക് അസാധാരണമായ കഴിവുകളുണ്ടെന്നുള്ള ഒരു മിഥ്യാ ചിന്തയാണ്. ആ മിഥ്യാ ചിന്ത യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച ശേഷം അതിൽ ആക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ മാനിക് ഡിസോർഡർ അല്ലെങ്കിൽ മാനിക് എപ്പിസോഡ് ഉണ്ടാകുന്ന വ്യക്തികളിലും പലപ്പോഴും പ്രേതബാധ പോലെ കാണുന്ന അവസ്ഥ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥയുണ്ട്. ആദ്യം പറഞ്ഞ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന ലഘു മാനസിക രോഗവും ഇപ്പം പറയുന്ന മൂഡ് ഡിസോർഡറിലെ മാനിയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ അബദ്ധങ്ങൾ പറ്റും. മൂന്നാമത് വരുന്ന മറ്റൊരു പ്രധാന കാര്യം സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ തീവ്രമായ ചിത്തഭ്രമം എന്നൊക്കെ സാധാരണ മലയാളത്തിൽ വിളിക്കുന്ന തീവ്രമായ ഒരു മാനസിക അസ്വസ്ഥത, അല്ലെങ്കിൽ ഒരുപാട് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന, ഒരുപാട് മനുഷ്യൻ്റെ ശേഷിയെ വല്ലാതെ കുറയ്ക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ ഉള്ള വ്യക്തികളിലും ഇത്തരത്തിലുള്ള ചില ഡെലൂഷൻസ് ഉണ്ടാവാറുണ്ട്. താൻ ഇപ്പോഴുള്ള ആളല്ല, ഒരു പക്ഷേ തന്നെ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കിങ്ങാണ്. അപ്പോൾ ആ കിങ്ങാണെന്ന് ധരിച്ച ശേഷം ആൾ ബേസിക്കലി ഒരു മഹാ കഷ്ടപ്പെടുന്ന ദാരിദ്ര്യവാസിയായിരിക്കും. പക്ഷേ കിങ്ങാണെന്ന് ധരിച്ച ശേഷം കിങ്ങിൻ്റെ നിലയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക, അങ്ങനെ പോകുന്ന അവസ്ഥ. അപ്പോൾ അത് ആക്ച്വലി ദാറ്റ്സ് എ ഡെലൂഷൻ. അത് ഇതിൻ്റെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന തീവ്ര മനോരോഗത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഡെലൂഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രേതബാധ സത്യം പറഞ്ഞാൽ ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണോ, അഥവാ ഒരു മാനിക് എപ്പിസോഡിലെ ഗ്രാൻഡിയസ് ഡെലൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണോ, അഥവാ ഒരു മൂഡ് ഇൻകോൺഗ്രീൻ്റ് ആയിട്ടുള്ള ഒരു സ്കിസോഫ്രെനിക് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഡെലൂഷനാണോ, ബിസാർ ഡെലൂഷനാണോ, ഈ നിലയ്ക്കുള്ള വേർതിരിവുകൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ സാധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു രോഗനിർണയം നടത്താം, വ്യക്തമായ ചികിത്സ നൽകാം, ആ നിലയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെയും ഇങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ ഒരു പ്രേതം ബാധിച്ചു എന്ന് പറഞ്ഞ ശേഷം മന്ത്രവാദത്തിലൊക്കെ പോയി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ ഡോക്ടർ ഇപ്പം കേട്ടിട്ട് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാവുന്നു. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസസ് ആണ് ഈ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വ്യക്തികളെ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് തരത്തിൽ അടുത്ത കാലത്ത് ഞാൻ കണ്ടിരുന്ന ഒരു പ്രേതം എനിക്ക് വളരെ ഒരു മനസ്സിൽ ഇപ്പോഴും അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ആ പ്രേതം വന്നത് അതൊരു തമിഴ് പ്രേതം. മധുരയിലെ ഒരു പെൺകുട്ടി, മധുരയിൽ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് ഒരുവിധം നല്ല പിടിക്കിയ കുട്ടി. എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ അനുജനുണ്ട്, പിന്നെ ഇവരുടെ താത്ത എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പെട്ടെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്ന് പ്രേതം ബാധിച്ചു. പ്രേതം ബാധിക്കുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ കുട്ടി വിളിക്കുന്നത് ആൺചിങ്കം എന്നാണ് വിളിക്കുന്നത്. ആൺചിങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സിംഹം. ഒരു പുരുഷ സിംഹമാണ് അതിനെ ബാധിച്ചിരിക്കുന്നതിന് ശേഷം സ്കൂളിൽ പോകുന്ന നിർത്തി, അത് പുസ്തകങ്ങളെ കീറി വലിച്ചു കളയാൻ തുടങ്ങി, വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കുന്നു, ബോധമില്ലാത്ത പോലെ ഇങ്ങനെ ഒരു പുരുഷൻ അലറി വിളിക്കുന്നു. പെൺകുട്ടിയുടെ സ്വഭാവം മുഴുവൻ മാറി എന്ന് മാത്രമല്ല സ്വന്തം കൈനെ തന്നെ അത് കടിച്ചു കീറി രക്തം കുടിക്കുന്നു. അപ്പോൾ ഇത് മധുരയിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അദ്ദേഹം കുറേ ആൻറ്റിസൈക്കോട്ടിക് മെഡിസിനെ കൊടുത്തിട്ട് ഇത് കുറച്ച് ക്ഷീണിച്ച് നിൽക്കും, വീണ്ടും ചാടി വരുന്ന ദിവസം വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് മാറിയ ശേഷം ഒരു മന്ത്രവാദിയെ കാണിക്കുന്നു.
കുറേ മന്ത്രവാദം കാണിച്ചിട്ടൊന്നും രക്ഷയില്ല. അങ്ങനെ മധുരയിൽ നിന്നും ഈ കുട്ടിയെ വിളിച്ച് ഒരു കോയിൽപ്പെട്ടി എന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ഒരു ഭയങ്കര കുപ്രസിദ്ധനായ മന്ത്രവാദി അയാൾ ഈ കുട്ടിയെ ഈ ശ്മശാനത്തിൽ കൊണ്ടുപോയ ശേഷം ആടിൻ്റെ തല വെട്ടി രക്തം ഡയറ്റീസിന് ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് മന്ത്രവാദം ചെയ്യുന്നു. അവിടെ പോയപ്പോൾ ഈ കുട്ടിക്ക് ഒരു പ്രേതം ഉണ്ടാകുന്നത് ആ ശ്മശാനത്തിൽ നിന്ന് 3 പ്രേതം കൂടെ കിട്ടി. അങ്ങനെ ടോട്ടൽ 4 പ്രേതമായി. ഈ 4 പ്രേതമായിട്ടാണ് ഈ കുട്ടി പിന്നെ വലിയ പ്രശ്നമായിട്ട് വീട്ടുകാരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഓരോ പ്രേതങ്ങളെയും നമ്മളിങ്ങനെ വിളിച്ചു വരുത്തി മാറ്റി എടുത്തിട്ട് എന്നെ നോർമലാക്കി. ഇപ്പോൾ അത് തമിഴ്നാട്ടിൽ തന്നെ ബിടെക് അവിടെ ആണ്, ബിഇക്ക് പഠിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് പോകുന്നു. തമിഴ് പാട്ടുകളൊക്കെ ഒരുപാട് കളക്ഷനുണ്ട്, അതൊക്കെ ആസ്വദിച്ച് ജീവിച്ചു പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ സാധാരണഗതി നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രേതം എന്ന നിലയ്ക്ക് പോകും. അത് പ്രേതം നിലയ്ക്കുള്ള പലപ്പോഴുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും എന്നല്ലാതെ വേണ്ട നിലയ്ക്കുള്ള ഹെൽപ്പോ സഹായം നൽകുവാൻ പറ്റാതെ മാറുകയായിരിക്കും സാധാരണ സംഭവിക്കുന്നത്. ഡോക്ടർ, ഇപ്പം ഒരു നമ്മൾ പറയുമല്ലോ, ഈ മൃഗങ്ങൾക്കാണ് കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോസ്റ്റിന്റെ പ്രസൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡോഗിന്റെ ആയാലും നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓലി ഇടുന്നു അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന സമയം പട്ടി മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. അതിലെന്തുമാത്രം ശരിയാണ്? ഇല്ല, അതിനൊരു ഒറ്റ പ്രശ്നമുള്ളൂ. കാരണം ഈ പല മൃഗങ്ങൾക്ക് പക്ഷികളുടെയും സെൻസറി റേഞ്ച് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, പട്ടി എല്ലാം കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതിന് കളർ പെർസെപ്ഷൻ ഇല്ല. അതേസമയം അതിൻ്റെ അക്യൂറ്റി അല്ലെന്നുണ്ടെങ്കിൽ മണത്തറിയാനുള്ള കഴിവ് മനുഷ്യനേക്കാളും വളരെ കൂടുതലാണ്. ഇപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ചില വിശേഷങ്ങൾ അത് പ്രേതം കൊണ്ടല്ല, പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില സ്ഥിതിവിശേഷങ്ങളാണ്. ആ സ്ഥിതിവിശേഷങ്ങളെ ഇത് നായ്ക്ക് ഓൾഫാക്ഷനിൽ മണം കിട്ടുന്ന അവസ്ഥ അത് ബഹളം ഉണ്ടാകുന്നു, ഡിസ്റ്റർബ്ഡ് ആവുന്നു. അത് പാവമാണ്, ഡിസ്റ്റർബ്ഡ് ആവാനേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഈ ഡിസ്റ്റർബ്ഡ് ആവുന്ന നായയെ നമ്മൾ കാണുന്ന അവസരത്തിൽ പ്രേതം കയറിയെന്ന നിലയ്ക്ക് ധരിച്ചിട്ടാണ് മനുഷ്യൻ പറയുന്നത് നായ ഇതാ ഒരിയിടുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രേതം വരുന്നുവെന്ന്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു തെറ്റായ വിശ്വാസമാണ്. അല്ലാതെ നായ് ഓരിയിടുന്നതും പ്രേതം വരുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നായ് പാവമാണ്, അതിന് പ്രേതത്തെ പിടിക്കാനും പ്രേതമായിട്ട് അങ്ങനെ കമ്പനിയൊന്നും നായ്ക്കില്ല. തെറ്റായ ധാരണയാണ്. ഈ പ്രേതം വരുന്നു അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് കോൺസെപ്റ്റ് ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, പ്രേതം ഇല്ലാത്ത സ്ഥിതിക്ക് പ്രേതം നമ്മളെ ഉപദ്രവിക്കും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ പറയുന്ന വ്യക്തികളെ ഉപദ്രവിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പ്രേതം ഉപദ്രവിക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല. പ്രേതം എന്ന് പറഞ്ഞിട്ട് സ്വയം മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട്. കുറച്ച് കാലത്തേക്ക് മുമ്പ് കേരളത്തിന് ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കറുത്ത ബ്ലാക്ക് മാൻ പല സ്ഥലങ്ങളിൽ രാത്രികൾ പോകുന്നത്. ആക്ച്വലി അത് ഒളിഞ്ഞു നോക്കാൻ താല്പര്യമുള്ള കുറച്ച് യുവാക്കൾ കാണിച്ചൊരു നാടകമായിരുന്നു. അപ്പം അത് പ്രേതമായി മാറി. ഇപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഈ പ്രേതവും ഉപദ്രവിക്കാൻ കഴിവുള്ള പ്രേതം ഒന്നും തന്നെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലില്ല. അത് സീരിയലുകളിലോ സിനിമകളിലോ മാത്രമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മുടെ മനസ്സിൽ സ്വീകരിച്ച് നമ്മൾ തന്നെ ബാധയ്ക്ക് വിധേയമായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം. അപ്പോൾ ഇപ്പോൾ സിനിമയിലായാലും സീരിയലിലായാലും നമ്മൾ പ്രേതത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ അപ്പം റിയൽ ലൈഫിൽ വരുമ്പോൾ ഒരു കാറ്റോ അല്ലെങ്കിൽ ഭയങ്കര ബഹളോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര മഴയോ എന്തെങ്കിലും വരുമ്പോൾ ഇത് ഗോസ്റ്റിന്റെ പ്രസൻസ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥ അതും കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആംബിഗ്യൂറ്റി അല്ലെങ്കിൽ വ്യക്തമായി എന്താണെന്ന് കാര്യങ്ങൾ സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നുവെങ്കിൽ മനുഷ്യൻ അവൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ പ്രേതമെന്ന് ആരോപിക്കുന്നു. ഈ ആരോപണത്തിൽ നിന്നുണ്ടാകുന്ന അവൻ്റെ മാനസികമായ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അല്ലാതെ പ്രേതം എന്നുള്ളൊരു സംഭവത്തിന് ഒരു അസ്തിത്വവും ഇല്ല എന്നുള്ളതാണ് ഇന്നുവരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഏറെ ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്ത് സൈക്കോളജി ഓഫ് ഗോസ്റ്റ്. അപ്പോൾ ഗോസ്റ്റിൻ്റെ പ്രസൻസ് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്. കറക്റ്റ് രീതിയിൽ ട്രീറ്റ് ചെയ്താൽ തന്നെ സാധാരണ രീതിയിലുള്ളൊരു അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ ഡിസോസിയേറ്റീവ് ആണെങ്കിലും മാനി ആണെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വരുന്നത് വരെ നന്ദി.